എല്ലാവരുടെയും ഒരു കണ്ണിലുണ്ണിയായിട്ടുള്ള എല്ലാവരുടെയും ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള നമ്മുടെ സ്വന്തം ഹിഫ്രാസ് ഇപ്പോ ലുക്സ് വെച്ച് നോക്കുമ്പോൾ കുറെ പേർക്ക് ഡൗട്ട് ഉണ്ടാവും മലയാളിയാണോ അതോ പുറത്തുള്ള ആളാണെന്നൊക്കെ. ഇല്ലില്ല, മലയാളത്തിലൊക്കെ സംസാരിച്ചൊക്കെ ഇടൂല, അപ്പൊ എല്ലാവരും മനസ്സിലാവും. ഫ്രണ്ട്സ് ഇല്ലായിരുന്നെങ്കിൽ ഏത് ടൈപ്പ് വീഡിയോ ചെയ്തേനെ? ഫ്രണ്ട്സിലെ ഇങ്ങനെ സെൽഫി പിടിച്ചിട്ട് ഇങ്ങനെയാണ് പാട്ടൊക്കെ പാടിയിട്ട്. നമ്മളെ വീട്ടുകാരൊക്കെ പറയും വേറെ പണിയൊന്നും ഇല്ലാന്നായിരിക്കും ആദ്യം ചോദിക്കണേ. ആദ്യം നമ്മള് കൊറേ സഹിക്കണം, ട്രോളും സഹിക്കണം, വീട്ടുകാരെ സഹിക്കണം, നാട്ടുകാരെ സഹിക്കണം, എല്ലാരും സഹിക്കണം. ഫെയിം ഒരു പ്രശ്നമാവാറുണ്ടാ? ഒരു പ്രശ്നമാണല്ലോ. ശ്രദ്ധിക്കും, എല്ലാരും ശ്രദ്ധിക്കും എന്ത് ചെയ്യുന്ന. അപ്പൊ നമ്മള് പിന്നെ മതിയില്ലേ. അപ്പൊ പെങ്കൊച്ച് പറയാം നിന്റെ അടുത്ത് വീഡിയോ ചെയ്യണ്ട പറഞ്ഞാലോ? എന്റെ അടുത്താ പിന്നെ വീഡിയോ ചെയ്തിരിക്കുന്നു. ഇപ്പൊ റീച്ച് ആയിട്ട് കൊടുക്കൂല, എന്തേതാ റീച്ച് ആയിട്ട് കൊടുക്കൂല, റീച്ച് ആയിട്ട് കൊടുക്കൂല. അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഭാര്യയുടെ കാര്യം പറയണേ. ആരെ എന്തും പറയും ആ ഒരു ഇതിൽ വരും, മുടി വളർത്തി കഴിയുമ്പോ. അപ്പൊ അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട് ആദ്യം. വീട്ടുകാർക്കില്ല, പിന്നെ നാട്ടുകാർക്ക് എന്താ? സാധാരണ നാട്ടുകാർക്കാണ് പ്രശ്നം ഉണ്ടാവാറ് കൂടുതൽ. പെണ്ണ് കെട്ടാണെങ്കിൽ കാസർഗോഡ് മാത്രമേ കെട്ടുള്ളൂ പറഞ്ഞിട്ട്. ഇപ്പൊ എനിക്ക് പെണ്ണിനെ പറ്റി പറയുന്നത് ഇഷ്ടമല്ല തോന്നുന്നു. ഉപ്പനല്ല കഴിയാത്തത്, ഉപ്പനെ മേലെ സത്തിന് ആർക്കാവും കഴിയാതെ. Bonjour, you're watching Milestone Makers and this is Harveyora presents Fantastic Faustina. അപ്പൊ നമ്മുടെ കൂടെ ഇന്ന് ജോയിൻ ചെയ്തിട്ടുള്ളത് എല്ലാവരുടെയും ഒരു കണ്ണിലുണ്ണിയായിട്ടുള്ള എല്ലാവരുടെയും ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള നമ്മുടെ സ്വന്തം ഹിഫ്രാസ് ഇപ്പോ. വെൽക്കം ടു ദ ഷോ. ഭയങ്കര പാവത്താൻ്റെ പോലെ ഇരിക്കോ. 1 million ഒക്കെ ആയി. ഇപ്പൊ എന്ത് തോന്നുന്നു? 1 million ആയിട്ടിരിക്കുമ്പോ കുറച്ച് സന്തോഷമൊക്കെ കാണിക്കണം. നമ്മളിങ്ങനെ പാവത്താന്റെ പോലെ ഇരിക്കരുത്. ഞാൻ സങ്കടം വരുമ്പോഴാണ് സാധാരണ ഇങ്ങനെ ഇരിക്കാറ്. അപ്പൊ 1 million ആയിട്ട് എന്ത് തോന്നുന്നു? 1 million ആയി. എടാ എല്ലാവരുടെയും ഡ്രീം ചെയ്തിരിക്കുന്ന സംഭവം അതൊക്കെ. വർഷങ്ങളായിട്ടും കിട്ടാത്തവരൊക്കെ ഉണ്ട്. ഇതിനു വേണ്ടിട്ട് പണ്ടല്ലേ കഷ്ടപ്പെട്ടുണ്ടല്ലേ ഇത് കിട്ടിയ. യെസ്. അപ്പൊ ഭയങ്കര പ്രൗഡ് ആയിട്ട് തോന്നുന്നില്ലേ? പിന്നെ ഇത് കഷ്ടപ്പെട്ടാ കിട്ടും, അത്രേ ഉള്ളൂ. കൂടുതൽ വീഡിയോ ചെയ്തത് ഫ്രണ്ട്സിന്റെ കൂടെയാണ്. അപ്പൊ ഫ്രണ്ട്സ് ഭയങ്കര സപ്പോർട്ടാണ്. അതെ, ഫ്രണ്ട്സ് അല്ലേ മെയിൻ സപ്പോർട്ട്. ഫ്രണ്ട് എവിടെ ഇരിക്കുന്നു, ഇതിനു വേണ്ടി കൂടെ വന്നെയാണോ? ഇവനാണ് മെയിൻ എന്റെ. പിന്നെ ഞാൻ കുറെ വീഡിയോസിൽ കണ്ടിട്ടുണ്ട് കൂടെ. പിന്നെ ഒരു ഫ്രണ്ട് ബാംഗ്ലൂർ പോയിരിക്കാണ്. പിന്നെ നാട്ടില് കുറച്ച് ഫ്രണ്ട്സ്. അപ്പൊ ഫ്രണ്ട്സ് ഇല്ലായിരുന്നെങ്കിൽ ഏത് ടൈപ്പ് വീഡിയോ ചെയ്തേനെ? ഫ്രണ്ട്സ് ഇല്ല ഇങ്ങനെ സെൽഫി പിടിച്ചിട്ട് ഇങ്ങനെയാണ് പാട്ടൊക്കെ പാടിയിട്ട്. അങ്ങനെ ചെയ്തിട്ടുണ്ടോ മുന്നേ? പണ്ട് 2-3 വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ട്രോളൊക്കെ കിട്ടിയിട്ട് നൈസായിട്ട് ഒഴിവാക്കി. ട്രോൾ കിട്ടിയത് നന്നായി. അതുകൊണ്ടല്ലേ നമ്മള് പുതിയ സ്റ്റെപ്പിങ് വെച്ചത്. സ്റ്റെപ്പ് വെച്ച് ഇൻസ്റ്റാഗ്രാമിൽ ഫസ്റ്റ് പേയ്മെന്റ് കിട്ടി ഓർക്കുന്നുണ്ടാ? പേയ്മെന്റ് എന്താ ഇപ്പൊ പ്രൊമോഷന്റെ പേയ്മെന്റ് ആണ് ആദ്യം. ഫസ്റ്റ് ആയിട്ട് നമുക്ക് ഒരു പേയ്മെന്റ് കിട്ടും. നമുക്ക് ഇങ്ങനെ നമ്മൾ വർക്ക് ചെയ്തിരുന്ന സാധനം കിട്ടിക്കഴിയുമ്പോ ഒരു ഇതുണ്ടല്ലോ. അത് ഒരു പ്രൊമോഷന് പേയ്മെന്റ് കിട്ടുമ്പോൾ വളരെയധികം സന്തോഷമാണ്. ഫസ്റ്റ് പേയ്മെന്റ് കൊണ്ട് എന്താ വാങ്ങിച്ചേ? പുറത്തിരിക്കാൻ പാകത്തിൽ എന്താ വാങ്ങിച്ചെന്ന് ഓർമ്മയുണ്ടാ? ഇല്ലില്ല, അത് എനിക്ക് ഇവിടുത്തല്ല, എനിക്ക് പുറത്തത്തെ പ്രൊമോഷൻസ് ആണ് കിട്ടാറ്. കേരളത്തെ പ്രൊമോഷൻ കിട്ടാറ്. അവിടെയാണോ നീ? യു എയിലാണോ നിക്കണേ? യു എയിലാ? അല്ല, കറങ്ങാൻ പോകുന്നു. ജസ്റ്റ് പോവാ. ഓക്കെ. അപ്പൊ തുടങ്ങിയ സമയത്ത് ഇപ്പൊ നമുക്ക് ഇൻസ്റ്റാഗ്രാം ഒക്കെ തുടങ്ങുമ്പോൾ നമുക്കറിയാം ആദ്യം കാര്യം സപ്പോർട്ട് ഒന്നും ഉണ്ടാവില്ല. ഈ പറഞ്ഞ പോലെ വീട്ടുകാരൊക്കെ പറയും വേറെ പണിയൊന്നും ഇല്ലാന്നായിരിക്കും ആദ്യം ചോദിക്കണേ. ആദ്യം നമ്മള് കൊറേ സഹിക്കണം, ട്രോളും സഹിക്കണം, വീട്ടുകാരെ സഹിക്കണം, നാട്ടുകാരെ സഹിക്കണം, എല്ലാരും സഹിക്കണം. എന്നാല് പണ്ട് നമ്മളെ തള്ളി പറഞ്ഞവര് പിന്നെ നമ്മളെ എടുത്ത് അപ്പൊ രസമില്ലേ? അപ്പൊ അന്ന് അപ്പൊ നിനക്ക് ഡിഫറൻസ് എനിക്ക് ഫീൽ ചെയ്യാനുണ്ടാവില്ല? അതായത് പണ്ട് ഇതേപോലെ പറഞ്ഞവർ ഇപ്പം എടാ വാടാ അല്ലെങ്കിൽ ബടി വാ എന്നൊക്കെ പറയുന്ന സംഭവം ഇല്ലേ? ഇല്ലാന്ന് പറയോ? പിന്നെ പണ്ട് നമ്മളെ തള്ളിക്കളഞ്ഞ ഇപ്പൊ വരുമ്പോ നമുക്ക് മനസ്സിലാവില്ലേ എന്തിനാണ് വരുന്നത്. എന്നാലും നോ പറയുമ്പോ അങ്ങനെ നോക്കി ഇല്ല, നോ അല്ല, എന്താ പറയും, ഇഷ്ടമുള്ളവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യും. മൂവിയിലൊക്കെ ഓഫേഴ്സ് വരാറുണ്ടാ? മൂവിയില് ഇല്ല, 2-3 മൂവിയുടെ പ്രൊമോഷൻ ചെയ്തായിരുന്നു. മൂവിയില് കിട്ടും, ഇൻഷാല്ലാ. കിട്ടും. ഇഷ്ടമാണ് ചെയ്യാൻ വേണ്ടിട്ട് പണ്ടോട്ടെ. അപ്പം മൂവിയിൽ ഇഷ്ടപ്പെടാത്തവർ ആരാ ഉള്ളത്? വീഡിയോസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ശരിക്കും ഭയങ്കര എഫേർട്ട് എടുത്ത് ഒരു മൂവി ലെവലിൽ തന്നെ ചെയ്യണേ. ഇപ്പൊ RDXന്റെ ഒക്കെ ആണെങ്കിലും എക്സാക്ട് അതുപോലെ തന്നെ ചെയ്യണേ. അപ്പൊ നല്ല എക്സ്പെൻസ് വരില്ല ഇതൊക്കെ ചെയ്യുമ്പോ? ഇല്ല, എക്സ്പെൻസ് വരും. എന്നാലും നമ്മളൊരു വീഡിയോയുടെ ഒരു ഇത് നോക്കണല്ലോ, ക്വാളിറ്റി നോക്കണല്ലോ. എന്തായാലും നമ്മള് പണ്ടത്തെ പോലെ ചെയ്തൊരു കാര്യമില്ലല്ലോ. ഇപ്പൊ ഒരു മോഡലിനനുസരിച്ച് ഇങ്ങനെ പോണം. ഈ RDXന്റെ ഒക്കെ എത്ര ദിവസത്തെ കഷ്ടപ്പാടാണത്? RDXന്റെ ഞാൻ കണ്ടിട്ട് ഇങ്ങനെ 1 ഡേ മാത്രം. രാവിലെ അതിന്റെ സെറ്റ് ഇട്ട്
രാവിലെ ഇട്ടപ്പോ ആൾക്കാര് സംഭവമൊക്കെ എങ്ങനെ അറേഞ്ച് ചെയ്തു? സെറ്റ് ഇട്ടപ്പോ ആർക്കും അറിയില്ല ഇത് എന്ത് വീഡിയോ ആണോ അല്ല കല്യാണോ, സിനിമയാണോ ഒന്നും മനസ്സിലാവില്ല. നൈറ്റ് എല്ലാരും കൂടി എന്ത് സംഭവം അറിയില്ലല്ലോ, അവർക്ക് അറിയില്ല സംഭവം എന്താണ്. വീട്ടുകാർക്ക് നാട്ടൊക്കെ പ്രത്യേകിച്ച് മനസ്സിലാവില്ല. അങ്ങനെ എല്ലാരും വന്നിട്ട് ഞങ്ങൾ പറഞ്ഞ ഷൂട്ടിംഗ് ആണ്. ഓ ഷൂട്ടിംഗ് ആണോ എല്ലാരും അത്രേ ഉള്ളൂ. പക്ഷെ അത് നല്ല കഷ്ടപ്പാടുണ്ടാവും, സപ്പോർട്ടാണ്. ഇപ്പൊ നമുക്ക് പണ്ടത്തെ കഥയൊക്കെ ഓർക്കുമ്പോ തുടക്കത്തിലൊക്കെ ഈ പറഞ്ഞ പോലെ കുറെ ആൾക്കാർ പറഞ്ഞാൽ നമുക്ക് ശരിക്കും കൊണ്ടിട്ടുണ്ടാവും. അങ്ങനെ ഇപ്പൊ പെട്ടെന്ന് ഓർക്കുകയാണെങ്കിൽ പേരൊന്നും പറയണ്ട, ജസ്റ്റ് ഇൻസിഡന്റ് ഒന്ന് പറയുകയാണെങ്കിൽ കുറെ പേർക്ക് അത് മോട്ടിവേഷൻ ആയിരിക്കും. നമുക്കിങ്ങനെ ഒറ്റ അന്ന് ഞാൻ പറഞ്ഞത് മറക്കൂലടാന്നുള്ള സംഭവം ഉണ്ടാവില്ലേ? മുഖത്തൊരു എക്സ്പ്രഷൻ പറയുമ്പോൾ എനിക്കറിയാം. വരൂല, ഇനി വരൂല, എന്നാലും അടുപ്പിക്കില്ലല്ലോ. അങ്ങനെ ഉണ്ടായിരുന്ന ഫ്രണ്ട്സ് ഉണ്ടായിരുന്നോ അതോ ഫസ്റ്റ് തൊട്ട് ഇവരൊക്കെ കൂടെ ഉണ്ടാ? ഫ്രണ്ട്സ് ഇല്ല, ഫ്രണ്ട്സ് സപ്പോർട്ട് ഉള്ള ഫ്രണ്ട്സ് ആദ്യം തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അവർ തന്നെ ഉണ്ട്. സെയിം ആൾക്കാരാണ്, മാറിയിട്ടില്ല പോയിട്ടില്ല? ഇല്ല, മാറിയിട്ടില്ല പോയിട്ടില്ല, സെയിം ആൾക്കാരാണ്, ഒരു മാറ്റമില്ല, സെയിം. അത് ഭയങ്കര ലക്കി ഫാക്ടർ ആണ്. കാരണം ഇപ്പത്തെ ജനറേഷനിൽ ഇല്ലാത്തതും ഫ്രണ്ട്സ് ആണ്. അപ്പൊ അങ്ങനെ കൂടെ നിൽക്കാൻ ഫ്രണ്ട്സ് എന്നൊക്കെ പറയണത്. പറഞ്ഞോ ഇപ്പൊ ഉണ്ടല്ലോ അക്കൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ നമുക്ക് വയലൻസ് അല്ലെങ്കിൽ തല്ല് അങ്ങനത്തെ ഒരു മോഡ് പിടിക്കാനാണ് ഇഷ്ടം. റൊമാൻറ്റിക് ട്രാക്ക് ട്രൈ ചെയ്യാൻ താല്പര്യമില്ല? ഇല്ല, ഞാൻ എല്ലാം ചെയ്യൂലേ കൂടുതൽ. എന്നാലും എനിക്ക് ഇഷ്ടം വയലൻസ് ആണ്, സംഭവം അടിപിടി കൂടാനാണ് ഇഷ്ടം. റിയൽ ലൈഫിലും? റിയൽ ലൈഫില് ഇല്ല, അടിക്കായിട്ട് പോകാനില്ല, പിന്നെ പോകേണ്ടി വന്നാ പോകും. അപ്പൊ ഇപ്പൊ തല്ലുപിടിക്കാൻ പോകുമ്പോ ഈ ഫെയിം ഒരു പ്രശ്നമാവാറുണ്ടാ? എന്ത്? അല്ല ഇങ്ങനെ നമുക്ക് ആവാറുണ്ടാ? ഫെയിം ഒരു പ്രശ്നമാണല്ലോ, ശ്രദ്ധിക്കും, എല്ലാരും ശ്രദ്ധിക്കും എന്ത് ചെയ്യുന്ന നമ്മള്, പിന്നെ മതിയില്ലേ. അപ്പൊ ഭയങ്കര പ്രശ്നമല്ലേ ഇപ്പം ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിലോട്ട് വന്നു കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഭയങ്കരമായിട്ട് കോൺഷ്യസ് ആയിരിക്കണ്ടേ? അതെ, എന്ത് ചെയ്യുമ്പോഴും നോക്കി കണ്ടൊക്കെ ചെയ്താ പണി കിട്ടാറുണ്ടാ? നമ്മള് ഒരു മിസ്റ്റേക്ക് മതിയില്ലേ പോവാൻ, എല്ലാരും കൂടെ അങ്ങ് ഏറ്റെടുത്തോളും. പിന്നെ കേറി പോയിക്കോളും. ഇഷ്ടപ്പെട്ട നായകൻ? നായകൻ കുറെ ആയുണ്ട്. നായകൻ ടോവിനോനെ ഇഷ്ടമാണ്, ദുൽഖറിന് ഇഷ്ടമാണ്, മമ്മൂക്കിനെ ഇഷ്ടമാണ്, എല്ലാരും ഭയങ്കര ഇഷ്ടമാണ്. അധികം എനിക്ക് ടോവിനോനാണ് ഇഷ്ടം. ടോവിനോന്റെ ഒരു ടൈപ്പ് ഓഫ് ചെയ്യാനാണ് ഇഷ്ടം മൂവിയിൽ വരുമ്പോ. മൂവിയിലായാലും ടോവിനോന്റെ എത്ര സാധനങ്ങൾ റീൽസ് ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടിട്ട് തല്ലുമല കുറെ സീനൊക്കെ. അപ്പൊ ഇവരെ മെൻഷൻ ചെയ്യുമ്പോൾ റിപ്ലൈ ഒക്കെ തരാറുണ്ടാ? കാണോ? ടോവിനൊന്നും കാണൂല്ലല്ലോ. കാണും ഇനി ഇൻ ഫ്യൂച്ചർ. കണ്ട കമന്റ്സ് ഒക്കെ വരാറുണ്ട് ഫിലിമിന്റെ അവരുടെ. ടോവിനോന്റെ ഒക്കെ വരും, ഡോണ്ട് വറി. ആർഡിഎക്സിന്റെ വീഡിയോ ചെയ്തപ്പോ അവരെ കമന്റ് ചെയ്തായിരുന്നു ആൾക്കാര്. അപ്പൊ ഭയങ്കര സാറ്റിസ്ഫൈഡ്. ആദ്യത്തെ ഒരു വീഡിയോ ചെയ്തപ്പോ അവരെ സപ്പോർട്ട് കിട്ടി എനിക്ക്. അപ്പൊ രണ്ടാമത്തെ വീഡിയോ ചെയ്യാൻ വേണ്ടി ഒരു ഇൻട്രസ്റ്റ് ആയി. അപ്പൊ രണ്ടാമത്തെ വീഡിയോ ചെയ്തു. ഫസ്റ്റ് റീച്ച് ആയ വീഡിയോ ഓർക്കുന്നുണ്ടാ? ഇല്ല, ഫസ്റ്റ് റീച്ച് എല്ലാ വീഡിയോയിലും റീച്ച് ആയിട്ടുണ്ട്. ആദ്യം എന്നാലും സ്ട്രഗ്ലിംഗ് പീരീഡ് ഇപ്പൊ കുറവായിരുന്നു തോന്നുന്നില്ലേ കമ്പാരിറ്റീവ്ലി? ഇങ്ങനെ സ്ട്രഗ്ലിംഗ് പീരീഡ് കുറച്ചും കൂടെ കുറവായിരുന്നു തോന്നുന്നില്ല? അതായത് ആദ്യം തൊട്ടേ റീച്ച് കേറിയിട്ടുണ്ടായിരുന്നല്ലേ? എന്നിട്ട് കോമഡി വീഡിയോസിന് റീച്ച് കയറും. നമ്മള് ഫേസ് അറിയപ്പെടണമെങ്കിൽ മാസം തന്നെ വേണം, മനസ്സിലായോ? ആർഡിഎക്സിന്റെ വീഡിയോ ആണ് എനിക്ക് എന്നെ കേരളത്തിൽ വൈറൽ ആക്കിയ സംഭവം. ആർഡിഎക്സ് ആയിരുന്നു ഫസ്റ്റ് വൈറൽ വീഡിയോ കേരളത്തിലെ? വൈറൽ വീഡിയോ മുമ്പ് തന്നെ ഉണ്ട്, ഞാൻ അധികം ഹിന്ദി വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പൊ ഹിന്ദിക്കാർ അത് ഏറ്റെടുക്കും. അപ്പൊ ഈ ലുക്സ് വെച്ച് നോക്കുമ്പോ കുറെ പേർക്ക് ഡൗട്ട് ഉണ്ടാവും, മലയാളിയാണോ അതോ പുറത്തുള്ള ആളാണെന്നൊക്കെ. ഇല്ലില്ല, ഞാൻ മലയാളത്തിലൊക്കെ സംസാരിച്ചൊക്കെ ഇടൂല, അപ്പൊ എല്ലാവരും മനസ്സിലാവും. കുഴപ്പമില്ല. അബൂ സലിം ഒക്കെ ആയിട്ട് ഭയങ്കര ബഡി. സാലിമായിട്ട് നമ്മൾ ഒരേ നാട്ടിലാണ്. അപ്പൊ നിങ്ങൾ കുറെ വീഡിയോസ് ഒക്കെ ചെയ്യാറുണ്ടല്ലോ ഒരുമിച്ച്? മുമ്പ് ചെയ്തായിരുന്നു, ഇപ്പോ കുറവാണ് ചെയ്യാറുണ്ട്. അവന് ബിസി ആയിട്ട് അവൻ പോകും, പുറത്തൊക്കെ പോകും, ടൈം കിട്ടാറില്ല. എനിക്കും ബിസി ആയിട്ട് ഞാനും പോകും. ഇപ്പൊ രണ്ടുപേരും തിരക്കിലേക്ക്. ഇപ്പൊ അബൂ സലിമിന്റെ ഒരു കോൺട്രവേഴ്സി ഉണ്ടായിരുന്നില്ല ഒരു ബ്രോഡ്കാസ്റ്റിൽ, ഇങ്ങനെ ഭയങ്കര അത് കണ്ടായിരുന്നാ? കണ്ടില്ല. ആളെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഡീഫെയിം ചെയ്തിട്ട് ഇൻസ്റ്റയിലുണ്ടായിരുന്നു. അതിനൊക്കെ നമ്മള് കമന്റ് ഒക്കെ ഇട്ട് റിയാക്ട് ചെയ്തായിരുന്നു. അപ്പൊ അങ്ങനെ കാണുമ്പോ നമ്മുടെ നാട്ടിലുള്ളവരെ നമുക്ക് ഇഷ്ടപ്പെടില്ല, നമ്മൾ സപ്പോർട്ട് ചെയ്യില്ല. പിന്നെ ഞാൻ കാര്യം ചോദിക്കുന്നത് ഏറ്റവും ഫസ്റ്റ് അതായത് നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കുന്നത് മുടിയാണ്. സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുടി വളർത്തി കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർക്ക് എന്തും പറയും, ആ ഒരു ഇതിൽ വരും മുടി വളർത്തി കഴിയുമ്പോൾ. അപ്പൊ അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട് ആദ്യം, എന്തിനാ മുടി വളർത്തണെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ? അല്ല, ആദ്യത്തെ വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോ കമന്റ് ഒക്കെ വരും, എന്ത് മുടിയാണ് അത് സംഭവം. അപ്പൊ നാട്ടുകാർക്ക് ഉണ്ടാ പ്രശ്നം? നാട്ടുകാർക്കില്ല, വീട്ടുകാർക്കില്ല, പിന്നെ നാട്ടുകാർക്ക് എന്താ? സാധാരണ നാട്ടുകാർക്കാണ് പ്രശ്നം ഉണ്ടാവാറ് കൂടുതൽ.
ഇല്ല, അങ്ങനത്തെ പ്രശ്നം നമ്മുടെ നാട്ടിലില്ല. ഇല്ല. ഇതൊക്കെ എല്ലാരും വളർത്തുന്നല്ലേ ഇപ്പൊ. അപ്പൊ കമന്റ് ബോക്സിൽ റിപ്ലൈ കൊടുക്കോ? കമന്റ് ബോക്സിൽ കൊറേ മെസ്സേജ് ഒക്കെ വരും, എന്ത് മുടിയാടാ. DM മെസ്സേജ് അയക്കാറുണ്ടാ? DM ഇല്ല, ഇല്ല നേരിട്ടില്ല, കമന്റില് പറയും. മൈൻഡ് ചെയ്യില്ല, മൈൻഡ് ചെയ്താ സീനാവും. നമ്മൾ റിപ്ലൈ കൊടുക്കുമ്പോഴാ പ്രശ്നമാവാ, ഇഗ്നോർ അടിക്കും. ഇതുവരെ അങ്ങനെ റിയാക്ട് ചെയ്തിട്ടില്ല ഒന്നിനും? റിയാക്ട് ഇല്ല ചെയ്തിട്ടില്ല. ഇല്ല എന്തിനാ നമ്മള് ചെയ്യുന്നത്, നമുക്ക് ആവശ്യം. ഇഗ്നോർ അടിക്കും. പക്ഷെ ചില സമയത്ത് കുറെ കമന്റുകളൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നൂലേ ഇവരൊന്ന് കൈ കിട്ടിയായിരുന്നെങ്കിൽ. ഇല്ല, അവരുടെ ഇഷ്ടം അവരെന്താണ് പറയട്ടെ, നമ്മുടെ ഇഷ്ടം എന്താണ് അത് നമ്മൾ കൂളായിട്ട് എടുക്കും. ഭയങ്കര കൂൾ പേഴ്സൺ. ഉമ്മിയുടെ കൂടെയുള്ള റീലൊക്കെ ഞാൻ കണ്ടായിരുന്നു, ഈ അടുത്ത് പറഞ്ഞ പോസ്റ്റ് ചെയ്തിട്ടില്ലേ? അപ്പൊ ഉമ്മിക്ക് ഇഷ്ടമാണോ വീഡിയോ ഒക്കെ ചെയ്യാൻ വേണ്ടിട്ട്? ഉമ്മക്ക് ഇഷ്ടല്ല, ഉമ്മക്ക് അഭിനയിക്കൊന്നും അറിയില്ല. ഇഷ്ടല്ല, പിടിച്ചു നിർത്തി കൊണ്ടുവന്ന. അപ്പൊ ആദ്യം ഇപ്പൊ വന്നു തുടങ്ങി തോന്നണല്ലേ ക്യാമറയുടെ ഫ്രണ്ടിലേക്കൊക്കെ ഉമ്മി ചെയ്യാനായിട്ട്? ഇല്ല, ചെയ്യാൻ വരൂല, നമ്മളെ പിടിച്ചിട്ട്. അപ്പൊ അതും പിടിച്ചെടുത്ത് കൊണ്ടുപോയി നിർത്തിട്ട് പേജിലൊരു വൈറ്റനിങ് ക്രീമിന്റെ കണ്ടു. ശരിക്കും പാർട്ട്ണർ ആണോ? അല്ലല്ല, അത് പ്രൊമോഷന്റെ ഭാഗമായിട്ട് മാത്രമായിരുന്നു. ഞാൻ വിചാരിച്ചു അത് പാർട്ട്ണർഷിപ്പിലുള്ള പരിപാടിയാണ്. മെൻഷൻ ഒക്കെ കണ്ടപ്പോ. ബിസിനസ് പ്ലാൻസ് ഉണ്ടായി ഫ്യൂച്ചർ? ബിസിനസ് പ്ലാൻസ് ആവുന്നേ ഉള്ളൂ. റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ ഈ കോൺട്രവേഴ്സി ഒക്കെ നടക്കുന്ന സമയത്ത് ഈ വൈറ്റനിങ് ക്രീമിലൊന്നും എടുക്കാൻ ഒരു പേടി ഉണ്ടായിരുന്ന? അത് ഭയങ്കര പ്രശ്നമായിരുന്നില്ല ഒരിടയ്ക്ക്? ഇല്ല, ഞാൻ മുമ്പ് തന്നെ ചെയ്തോണ്ടായിരുന്നു വൈറ്റനിങ് ക്രീമിന്റെ. കുഴപ്പമില്ല. ഞാൻ വിചാരിച്ചു കോൺട്രവേഴ്സി ഒക്കെ വന്നു കഴിഞ്ഞപ്പോ നിങ്ങൾ ഇൻഫ്ലുവൻസേഴ്സ് ആ പരിപാടി നിർത്തി വൈറ്റനിങ് ക്രീമിന്റെ. ഇല്ല, അങ്ങനൊന്നുമില്ല. ഇല്ല. പിന്നെ ഞാൻ ഒരു ഇന്റർവ്യൂല് കണ്ടൊരു സംഭവമാണ്, പെണ്ണ് കെട്ടാണെങ്കിൽ കാസർഗോഡ് മാത്രമേ കെട്ടുള്ളൂ പറഞ്ഞിട്ട്. എനിക്ക് പെണ്ണിനെ പറ്റി പറയുന്നത് ഇഷ്ടമല്ല തോന്നുന്നു. അതെന്തുപറ്റി? എടാ പെമ്പിള്ളേര് പാവാടാ ശരിക്കും. നമുക്കൊരു ഇഷ്ടമൊക്കെ ഉണ്ടാവില്ല, നമുക്ക് ഒരാൾക്ക് ഒരാൾ ക്യാരക്ടർ ഇഷ്ടപ്പെടൂല. അതുപോലെ നിനക്ക് പെമ്പിള്ളേരൊന്നും സ്വഭാവം ഇഷ്ടമല്ല? എല്ലാരും ഒരേപോലെ അല്ലല്ലോ. അത് ചിലപ്പോ നീ കണ്ടിട്ടുള്ള പെമ്പിള്ളേര് ചിലപ്പോ അങ്ങനെ ആയോണ്ടായിരിക്കും. എല്ലായിടത്തും പോയിട്ട് ക്വസ്റ്റ്യൻ കേൾക്കുന്നത് തന്നെ. കാസർഗോഡത്തെ പെണ്ണിന് ഞാൻ ഇങ്ങനെ നിന്റെ പേര് ഇങ്ങനെ സെർച്ച് ചെയ്ത് കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് 2-3 ഇതായിട്ട് കണ്ടു. പിന്നെ കമന്റ് ബോക്സ് തുറന്നു നോക്കി കഴിഞ്ഞപ്പോഴാണ് ഇവനല്ലേ പറഞ്ഞ കാസർഗോഡ് മാത്രം പെണ്ണെടുത്തുള്ളൂ. ഞാൻ വിചാരിച്ചു നീ കാസർഗോഡിൽ ഇങ്ങനെ ആരെങ്കിലും ഒക്കെ നോക്കി വെച്ചിട്ടുണ്ടാവുന്നു. ഇല്ല, അങ്ങനത്തെ ഒന്നും ഒരു ഇൻട്രസ്റ്റ് ഇല്ല. മടുത്തുപോയി ഇൻ ദ സെൻസ് പെമ്പിള്ളേരെ മടുത്തുപോയി. അറിയാണ്ടൊരു മടത്തരത്തിന് പറഞ്ഞാണല്ലേ. അവര് ചോദിക്കുമ്പോ അത് ആദ്യത്തെ ഇന്റർവ്യൂ ആയിരുന്നു. അപ്പൊ ശരിക്കും അങ്ങനൊന്നും ഇല്ല, കാസർഗോഡൊന്നും ഇല്ല. ഇല്ല, ഞാൻ എന്റെ അക്കൗണ്ടില് പെണ്ണിനെ വെച്ചിട്ട് വീഡിയോ ചെയ്തത് ഒരു പെണ്ണിനെ വെച്ച് വീഡിയോ ആയിരുന്നു. ഞാൻ ചോദിക്കാൻ പറ്റുന്ന അക്കൗണ്ടില് പെമ്പിള്ളേരേ ഇല്ല, വളരെ പെണ്ണിനെ വെച്ച് വീഡിയോ ചെയ്തായിരുന്നു. അത് റീച്ച് കിട്ടിയില്ല. ചിലപ്പോ പെണ്ണിനെ വെച്ച് ചെയ്താൽ റീച്ച് കിട്ടൂല നമുക്കൊന്നും. കൂടുതൽ ഫോളോവേഴ്സ് എനിക്ക് തോന്നുന്നു പെമ്പിള്ളേരൊക്കെ കൂടുതൽ ആൺപിള്ളേരല്ലേ? കമന്റ്സും അതെ. സാധാരണ ഞാൻ പെമ്പിള്ളേരുടെ കമന്റ്സ് ആണ്, പക്ഷെ ഫുൾ അക്കൗണ്ടിൽ മൊത്തം ആൺപിള്ളേരുടെ കമന്റ്സ് ആണ്. അപ്പൊ ആൺപിള്ളേരെ സപ്പോർട്ട് ചെയ്യാൻ ഇഷ്ടം. ഞാൻ ശരിക്കും ഉമ്മിയുടെ റീല് കണ്ട് തീരുന്നേക്ക് മുന്നേ വരെ ഞാൻ വിചാരിച്ചു ഓക്കെ ഗേൾ ഫ്രണ്ടിനെ ആയിരിക്കും ഫേസ് റിവീൽ ചെയ്യാൻ പോണത് ക്യാപ്ഷൻ ഒക്കെ കണ്ടപ്പോ. പ്ലാൻ ആയിരുന്നു. ഏതാണ് ആ പെൺകുട്ടി, അജ്ഞാത ആരാന്നറിയാൻ. പക്ഷെ ഉമ്മയായിരുന്നു. യെസ്. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ കല്യാണം കഴിക്കാനെന്ന് വിചാരിക്കും, കല്യാണം കഴിക്കുമല്ലോ ഇല്ലേ? അതും ഇല്ലേ? കല്യാണം കഴിക്കല്ലോ. അപ്പൊ ഒരു പെൺകുട്ടിക്ക് വേണ്ട ബേസിക് 3 ക്വാളിറ്റീസ് ഇപ്പൊ നീ പറഞ്ഞല്ല, കണ്ട പെൺപിള്ളേര് ഇഷ്ടമല്ല, മീൻസ് സ്വഭാവം ക്യാരക്ടർ ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ. അപ്പൊ ഇപ്പൊ വേണമെങ്കിൽ ഇൻ ഫ്യൂച്ചർ പെൺപിള്ളേർക്ക് കണ്ട 3 ക്വാളിറ്റീസ് എന്തൊക്കെയായിരിക്കും? അതും ഇല്ലാന്ന് പറയില്ലേ? അടങ്ങി ഒതുങ്ങി വെച്ചാ ആരായാലും ഇൻസ്റ്റയിലിട്ട് ആരെയും വൈറലാക്കൂല. ഇൻസ്റ്റയില് പെങ്കൊച്ചിനെ കാണിക്കൂല. അത് കൊള്ളാം. അപ്പൊ പെങ്കൊച്ച് പറയാൻ നിന്റെ അടുത്ത് വീഡിയോ ചെയ്യണ്ട പറഞ്ഞാലോ? എന്റെ അടുത്താ? പിന്നെ വീഡിയോ ചെയ്യാതിരിക്കുന്നു ഇപ്പൊ. നമ്മളെ ഇതുവരെ എത്തിച്ചതല്ലേ, അപ്പൊ ഇത് നിർത്താൻ പറഞ്ഞ ആരൊക്കെ. അപ്പൊ ഇൻഫ്ലുവൻസറിനെ കേട്ടൂല? ഇല്ല. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ കല്യാണം കഴിക്കുന്ന കൊച്ചിന് കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ട് ഇപ്പൊ വീഡിയോ ചെയ്യാനൊക്കെ ഇഷ്ടാണെങ്കിലോ? ആർക്ക്? പെണ്ണിന്. പെണ്ണിന് ഇഷ്ടമാണെങ്കിൽ പെണ്ണ് ചെയ്തിട്ടെ. നീ അല്ലേ പറഞ്ഞു ചെയ്യിപ്പിക്കൂല? എനിക്ക് അങ്ങനെ ഇഷ്ടമില്ല, ഒരു ജോഡിയായിട്ട് വീഡിയോ ചെയ്യണം. അങ്ങനത്തെ ചെയ്യില്ല എന്ന്. ഞാൻ വിചാരിച്ചു വീഡിയോ ചെയ്യിക്കില്ല എന്ന്. വീഡിയോ ചെയ്യും, അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വീഡിയോ ചെയ്തോട്ട്.
നിന്റെ കൂടെ ചെയ്യാൻ പറ്റില്ല. എന്നോട് ഞാൻ വിടൂല. അതോ നിന്റെ കൂടെ ചെയ്തിട്ട് നിന്റെ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ്? പോസ്റ്റ് ഇല്ല, ചെയ്യൂല. ചെയ്യൂല, അത് ശരിയാവില്ല. ഇഷ്ടമില്ല അങ്ങനെ ചെയ്യിക്കാൻ. ഇപ്പൊ നമ്മള് ഇൻസ്റ്റയിൽ ഇപ്പൊ ഇല്ലാത്ത പെൺകുട്ടീനെ പിടിച്ചിട്ട് നമ്മള് ഇൻസ്റ്റയിൽ കൊണ്ടുപോയിട്ട് അവർക്ക് റീച്ച് കൂട്ടിയിട്ട് അത് ശരിയല്ലല്ലോ. ഇഷ്ടാണെങ്കിലോ ഇപ്പൊ നിന്റെ കൂടെ വീഡിയോ ചെയ്യാൻ ഇഷ്ടമുള്ള കൊച്ചാണെങ്കിലോ? എന്റെ കൂടെ വീഡിയോ ചെയ്യാൻ ഇഷ്ടമാണെങ്കിൽ ചെയ്തോട്ട്, മാത്രം നമ്മളുടെ അക്കൗണ്ട് നമ്മൾ ഇടൂല. എന്റെ അക്കൗണ്ട് റീച്ച് ആയിട്ട് കൊടുക്കൂല. എന്തേതാ റീച്ച് ആയിട്ട് കൊടുക്കൂല? അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിന്റെ ഭാര്യയാടാ, ഭാര്യയുടെ കാര്യം പറയണേ. ആരെയായാലും ഓക്കെ, അപ്പൊ അതൊന്നും പറ്റൂല, അത്ര തന്നെ. ഓക്കെ, ചെറുപ്പത്തിൽ നമ്മൾ ആലോചിക്കൂലേ ഇപ്പം കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇപ്പൊ ചിലർക്ക് ഇന്ന കാർ എടുക്കണം, ഇന്ന പോലത്തെ വീട് വെക്കണം, അങ്ങനെ കുറെ ഗോളുകൾ സെറ്റ് ചെയ്യുമല്ലേ. അപ്പൊ നിനക്ക് ഇനി നിന്റെ ലൈഫിൽ അച്ചീവ് ചെയ്യണം എന്നുള്ള സംഭവം എന്താ? എനിക്ക് മൂവി കയറണം. എടുത്തെത്തി എന്തായാലും കേറും. ഓഫേഴ്സ് വരാറുണ്ട്? അപ്പൊ ഇപ്പൊ വരാൻ തുടങ്ങി. എന്തായാലും നെക്സ്റ്റ് പടത്തില് ചാൻസ് കിട്ടാൻ ഇതുണ്ട്. എല്ലാ ദിവസവും ഇങ്ങനെ വീഡിയോ എടുക്കണതൊക്കെ ആവുമ്പോ നമുക്ക് മടുക്കുവോ? എല്ലാ ദിവസവും ഓട്ടം രാത്രി വരെ? വീഡിയോ എടുക്കാൻ ഇഷ്ടമാണ്, എന്നാലും മടുത്തിട്ടേ ഇല്ല. ഇതുവരെ നിർത്തിയാലാ തോന്നിയിട്ടില്ല. ഇല്ല, ഞാൻ എന്റെ ആഗ്രഹം എന്താണെന്ന് അറിയോ? ഒരു വീഡിയോ ചെയ്ത ശേഷം നമ്മൾ ചിന്തിക്കും നെക്സ്റ്റ് എന്താണ് ചെയ്യേണ്ടതെന്ന്. ചിന്തിച്ചിട്ട് അതിനേക്കാളും മുകളിൽ ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ടാവും. എല്ലാത്തിന്റെയും ബെസ്റ്റ് ആയിട്ട് ചെയ്തു പോകണം. അപ്പൊ അങ്ങനെ ചെയ്തിട്ട് ഒരു വീഡിയോ ചെയ്യും. അപ്പൊ മടുപ്പൊന്നുമില്ല, അപ്പൊ കുഴപ്പമില്ല. അപ്പൊ എവിടെയോ പറഞ്ഞത് ഞാൻ കേട്ടായിരുന്നു, മുടി ഐഡന്റിറ്റി ആണ്. അത് മെയിനാണ് സംഭവം. അത് പോയാൽ എല്ലാം പോയി. അതെങ്ങനെയാ? മുടി അതെങ്ങനെയെല്ലാം പോണേ? ഒന്നും പോകത്തില്ല. അങ്ങനൊന്നും പോകത്തില്ല. ഇപ്പൊ നീ ഇപ്പൊ റീച്ച് ഇത് നിന്റെ ലൈക്ക് ആ വീഡിയോ ക്വാളിറ്റി അല്ലെങ്കിൽ ആക്ടിങ് ബേസ് ചെയ്തിട്ടൊക്കെ അല്ലേ? മുടി വെച്ചിട്ടല്ലോ. സംഭവം മാസ് വീഡിയോക്കൊക്കെ മുടി ഇങ്ങനെ ഇട്ടെങ്കിലേ അതൊരു പെർഫെക്ഷൻ കിട്ടും. അതിന് വേണ്ടിട്ടാണ് ആക്ച്വലി വളർത്തണേ വീഡിയോസ്. അതിന് വേണ്ടിട്ടാണ് വളർത്തുന്നത്. പിന്നെ മുടി ഇല്ലെങ്കിൽ എന്നെ കാണാൻ മനസ്സിലാവില്ലായിരിക്കും. നീ എപ്പോഴാ വളർത്തി തുടങ്ങിയപ്പോ മുടി? ഞാൻ പണ്ട് വളർത്തി തുടങ്ങി. ചെറുപ്പം ഒന്നുമില്ലടാ. കാസർഗോഡ് സ്ലാങ്ങും നമ്മുടെ ഇവിടുത്തെ സ്ലാങ്ങും ഭയങ്കര ഡിഫറെന്റ് അല്ലേ? ഇപ്പം ഇവിടെ നിന്ന് സംസാരിക്കുമ്പോൾ മനസ്സിലാവോ? കൊച്ചിയിലൊക്കെ വരുമ്പോ മനസ്സിലാവോ കൊറേയൊക്കെ? ഇല്ല, ഞാൻ ഇവിടെ വന്നിട്ടാ പഠിച്ചത് കൊച്ചി സ്ലാങ്. ഞാൻ ഇപ്പൊ പറയുമ്പോ ഇതാന്നില്ലേ, കുറച്ച് മിസ്റ്റേക്ക് വരുന്നില്ല. സംഭവം അവിടെ ഉള്ളതുകൊണ്ടാണ്. കാസർഗോഡ് സ്ലാങ്ങിലും സംസാരിക്കോ? ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല നേരിട്ട് ശരിക്കും. അപ്പൊ നീ എന്നാ കേക്ക്. ഞാൻ കേക്കണ്. നീ ചൊല്ല്. നീ കേക്കണോ എന്റെ? ഞാൻ കേക്കണോ? ഞാൻ കേക്കാം. അല്ല, നീ കേക്കാന്നല്ലേ, നീ എന്തെങ്കിലും പറയണോ എന്റെ അടുത്ത്? ഞാൻ എന്തെങ്കിലും പറയണോ? സുഖാണോ? കുഴപ്പമില്ല, ഇങ്ങനെ പോന്നു. പക്ഷെ ഇത് കൊച്ചി സ്ലാങ് അല്ലേ? ശരിക്കും നീ എന്റെ അടുത്ത് ക്വസ്റ്റ്യൻ പറഞ്ഞ, അപ്പൊ ഞാൻ അതനുസരിച്ച് ചോദിക്കാം. എന്റെ വീട്ടിൽ ആരെങ്കിലും ഉണ്ടോന്ന്? എന്റെ അമ്മയുണ്ട്, അപ്പനുണ്ട്. ഞങ്ങള് 4 സിബ്ലിങ്സാ, ഞാൻ മൂത്ത ആള്. ഇപ്പൊ എന്താ ചോദിക്കാ? അല്ലെങ്കിൽ എന്റെ അടുത്ത് വല്ലതും പറഞ്ഞോ, ചീത്ത പറഞ്ഞു തന്നെ. എന്നാ KGF ഡയലോഗ് പറഞ്ഞോ കാസർഗോഡ് സ്ലാങ്ങില്. നിന്റെ ഉപ്പനല്ല കഴിയാത്തത്, നിന്റെ ഉപ്പനെ മേലെ സത്വിന് ആർക്കാവും കഴിയാല. മനസ്സിലായില്ല എനിക്ക്. നിന്റെ ഉപ്പനല്ല കഴിയാത്തത്, നിന്റെ ഉപ്പ മേലെ ഇനി ആരെ കൊണ്ടാവാല. ഇതിന്റെ അർത്ഥം എന്താ? ഡയലോഗിൽ നമ്മളാ ഉങ്ക അപ്പ മേലെ മുടിയാതത്, ഉങ്ക അപ്പ സത്യമേന യവനാലെ മുടിയാതെന്ന് പറഞ്ഞിട്ട്. കാസർഗോഡ് സ്ലാങ് ഭയങ്കര അടിപൊളിയാ കേട്ടിരിക്കാൻ വേണ്ടിട്ട്. എനിക്കും അറിഞ്ഞൂടാ, അതുകൊണ്ട് പിന്നെ മിസ്റ്റേക്ക് എനിക്ക് മനസ്സിലായില്ല. കുഴപ്പമില്ല. ഇല്ല. ഭയങ്കര കാമൻ ക്വയറ്റ് ആയിട്ടുള്ള ആളാണാ? ഇങ്ങനെ പാവായിട്ട് മിണ്ടാണ്ടിരിക്കാൻ ഇഷ്ടമുള്ള ടൈപ്പാണോ? ജോറായിട്ട് നിക്കണ? ഭയങ്കര പാവത്തിന്റെ പോലെയാണല്ലോ. ഇൻട്രോവേർട്ട് ടൈപ്പായിട്ട് നിക്കണ ആളാണോ? കുറച്ച് കഴിയുമ്പോ ശരിയോ? അതിലൊരു ധ്വനിയുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കാൻ വന്ന, ഇപ്പം പെട്ടെന്ന് ഇപ്പൊ നമ്മള് ഒരു സെലിബ്രിറ്റി ലെവലിലായി കഴിഞ്ഞപ്പം പുറത്തൊക്കെ ചെല്ലുമ്പോ കൊറേ ആൾക്കാരൊക്കെ വന്ന് മിണ്ടൂലേ? അപ്പൊ ഇങ്ങനെ ഭയങ്കര ഇതാവോ? ആളെ പോലെ നമുക്ക് അങ്ങനത്തെ സംഭവം വന്ന് നമുക്ക് എന്തോ പോലെ ആവും. പിന്നെ ആരാ 2-3 പിള്ളേര് വന്നിട്ട് നമ്മളടുത്ത് സെൽഫി ഒക്കെ എടുക്കുമ്പോ 10 പേര് അപ്പൊ ചോദിക്കും അവനൊക്കെ ആരാന്ന് ചോദിക്കും. നമുക്ക് എന്തോ പോലെ ആവും.
ഇൻ ഫ്യൂച്ചർ കൊളാബറേറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ള ക്രിയേറ്റേഴ്സ് ആരെങ്കിലും ഉണ്ടോ? ഇൻസ്റ്റാഗ്രാമിലാ? ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് ആരുമില്ല. ഇല്ല. ഇല്ലില്ല. ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് ഇപ്പൊ ഒരു ഫിലിം സ്റ്റാർസിന്റെ കൂടെ ഒക്കെ കൊളാബറേറ്റ് ചെയ്യാൻ ഒരു ഓപ്ഷൻ വന്നാൽ ആരുടെ കൂടെ കൊളാബറേറ്റ് ചെയ്യാനാണ് ഇഷ്ടം? ഫിലിം സ്റ്റാറിന്റെ കൂടെ ആരെയാണ് നമ്മൾ സമ്മതിക്കും. നമുക്കൊരു വാല്യൂ ഇല്ല. ഇൻസ്റ്റാഗ്രാം എന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്രണ്ട്സിനോടൊക്കെ നമ്മൾ കൊളാബറേറ്റ് ചെയ്യും. അല്ലാതെ ഈ കാണാത്തവർ കൂടെ ഇല്ല. ഇൻസ്റ്റയില് ഇൻഫ്ലുവൻസർ ഇപ്പം ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് ഇൻഫ്ലുവൻസർ ലെവലിൽ കുറെ ഫ്രണ്ട്സ് ഉണ്ടോ? മീറ്റപ്പ് ഒക്കെ വരുമ്പോ കുറെ കണക്ഷൻസ് കിട്ടാറില്ലേ? ഇല്ല, ഞാൻ ഇൻസ്റ്റാഗ്രാമിന്റെ മീറ്റപ്പിനൊന്നും പോവാറില്ല. പോവില്ല. നമ്മളെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാവും ഇൻസ്റ്റാഗ്രാം ഉള്ള ആൾക്കാർ. ഇവനായാലും ഫോളോവേഴ്സ് ഉണ്ട്. പിന്നെ എന്റെ കൂടെ ഉള്ള നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് കമ്പനി ആയതാ? അല്ല, ചെറുപ്പത്തിലെ കമ്പനിയാണ്. നമ്മൾ 4 പേരുണ്ട്. 4 പേരും ചെറുപ്പത്തിലെ കമ്പനിയാണ്. ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് അങ്ങനെ ഫ്രണ്ട്സ് ഒന്നും ഇല്ല? ഇൻസ്റ്റാഗ്രാമിൽ അങ്ങനെ ഫ്രണ്ട്സ് ഒന്നും ഇല്ല. പിന്നെ നാട്ടിലത്തെ കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. ഫ്രണ്ട്സ് കുറെ ക്രിയേറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ള ആളാണോ അതോ ഒരു ക്ലോസ്ഡ് സർക്കിളിൽ ഇങ്ങനെ? ഇല്ല, നമുക്ക് നമ്മളെ ആൾക്കാർ മതി, അത്രേ ഉള്ളൂ. നമ്മുടെ വൈബിൽ നിൽക്കണ കൂടെ നിന്നിട്ടുള്ള ആൾക്കാർ മതി, അത്രേ ഉള്ളൂ. ഫസ്റ്റ് വൈറൽ വീഡിയോ അതൊന്നും ഓർക്കണണ്ട? ആദ്യമായിട്ട് നമുക്ക് ഇത്ര നാൾ കിട്ടുന്നതിനൊക്കെ കുറച്ച് കൂടുതൽ റീച്ച് ഒക്കെ കിട്ടി, കുറെ ആളിലേക്ക് എത്തി, ഫോളോവേഴ്സ് ഇങ്ങനെ കുത്തനെ കയറിയ? അത് ഞാൻ ആദ്യം ചെയ്തോണ്ടേ കോമഡി വീഡിയോ ആണ്. കോമഡി വീഡിയോ. അപ്പൊ കോമഡി വീഡിയോ ഒരു 10K ലൈക്ക് കിട്ടിയാലും ഒരു 5K ഫോളോവേഴ്സ് വേഗം വരും. അങ്ങനത്താണ്. അപ്പോ ഫോളോവേഴ്സ് വരും, നമ്മളെ ഫേസ് അങ്ങനെ അറിയില്ലായിരിക്കും. കോമഡി വീഡിയോ അങ്ങനെയാ, വ്യൂസും ഫോളോവേഴ്സ് ഒക്കെ കേറുമായിരിക്കും അല്ലേ? നമ്മളെ ഫേസ് ആയിരിക്കും അറിയപ്പെടും. അപ്പൊ അതുകൊണ്ട് ഞാൻ കുറച്ച് സൈഡ് ആക്കിയിട്ട് മാസ് തുടങ്ങി. മാസിലാണ് നമ്മൾ എല്ലാവരും കേറി തുടങ്ങിയത്. ഈ പഴയ വീഡിയോസ് ഒക്കെ മറ്റേ ആർക്കൈവ് ചെയ്യാറുണ്ടാ? കൊറേ ആർച്ചീവ് ചെയ്യാറുണ്ടാ? ആർച്ചീവ് ഇല്ലില്ല, ഇപ്പോഴും കിടപ്പുണ്ട് എന്റെ അക്കൗണ്ടിൽ. എല്ലാരും ചെയ്യും, മാത്രം ഞാൻ ചെയ്തിട്ടില്ല. ഒന്നും കളയാറില്ല. പെട്ടെന്ന് ഓർക്കുമ്പോ ഒരു ഫാൻ മൊമെന്റ് ഓർക്കാനാണെങ്കിൽ പെട്ടെന്ന് ഏത് ഓർമ്മ വരും? ഒരു ഫാൻസിനെ അപ്രോച്ച് ചെയ്ത മൊമെന്റോ, അല്ലെങ്കിൽ വന്ന് സംസാരിച്ചതോ, അല്ലെങ്കിൽ ഗിഫ്റ്റ് ചെയ്തതോ? ആദ്യം സംസാരിച്ചത് ഞാൻ സ്റ്റേജിൽ കേട്ട് ആദ്യം സംസാരിച്ചത് നമ്മൾ ലുലുമാളിലാണ്. ഒരു പരിപാടി ആദ്യമായിട്ട് ലുലുമാളിൽ ഒരു പരിപാടിക്ക് വിളിച്ച്. അപ്പൊ എത്ര ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു? അപ്പോ ഇല്ല, ഇപ്പൊ ഇതിന്റെ ആവുന്ന മുമ്പ് ഒരു 800K. അപ്പൊ ആദ്യമായിട്ട് അവിടെയാണ് സംസാരിച്ചത്. നമുക്ക് ആദ്യം സംസാരിക്കുമ്പോൾ വേറെ ഉണ്ടാവില്ല, സംസാരിക്കാൻ പറ്റിയിട്ടില്ല സംഭവം. ഞങ്ങൾക്ക് വരച്ചിട്ട് സ്റ്റേജ് ഫിയർ ഉണ്ടാ? കുറച്ച്. സ്കൂളിലൊക്കെ പഠിക്കുമ്പോ ആദ്യത്തേക്കൊക്കെ ഈ മോണോ ആക്ട് പരിപാടിക്കൊക്കെ ചെയ്യാറുണ്ടായിരുന്ന? ഇല്ല, സ്കൂളിൽ പഠിക്കുമ്പോ അങ്ങനത്തെ ഒന്നിനും പോയിട്ടില്ല ഞാൻ. ഇല്ല. ഇതില് സ്കൂളിലൊക്കെ നമ്മള് സൈലന്റ് ആയിട്ടായിരുന്നത്. പിന്നെ അപ്പൊ ഈ ഒരു സ്കൂളത്തെ പഠിച്ച് അവരിപ്പോഴും ചോദിക്കുന്നുണ്ട്, നീ എങ്ങനെ ഇപ്പൊ ഇങ്ങനെ എത്തിയത്? അവർക്ക് ഭയങ്കര മാറ്റം തോന്നുന്നല്ലേ? ഇപ്പോ അവരെന്നെ ചോദിക്കും, സംഭവം നീ എന്താണ് ചെയ്തത് ചോദിക്കും. സ്കൂളിൽ നമ്മൾ പാവങ്ങളായിരുന്നു, ഇപ്പൊ പാവല്ല. സ്റ്റേജിലൊക്കെ കേറാലോ ഇല്ല. അപ്പൊ എപ്പോഴും അഭിനയം എന്നുള്ള സംഭവം ഒരു പാഷൻ ആയത്, എനിക്കും ചെയ്യണം എന്നുള്ള സംഭവം തോന്നിയത് ടിക്ടോക്ക് ആയിരുന്നു? നമ്മളെ ഫാമിലി തന്നെ ചോദിക്കും, എങ്ങനെ ചേഞ്ച് ആയത്? ഞാൻ അങ്ങനെ കൊറേ മാറിയാ? ഞാൻ ആദ്യം നമ്മള് വാട്സാപ്പിൽ വോയിസ് അയക്കൂലേ, ആ വോയിസ് അയക്കാൻ തന്നെ ഒരു മടി ഉണ്ടായിരുന്നു എനിക്ക്. അങ്ങനത്തെ സ്വഭാവം അത് അതൊക്കെ മാറി. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഇങ്ങനെ ഹേറ്റേഴ്സിന്റെ കമന്റ് ഒക്കെ വരുമ്പോ വിഷമാവാറുണ്ടായിരുന്നു ആദ്യം? ഇങ്ങനെ ഭയങ്കര ചിലരിങ്ങനെ നെഗറ്റീവ് പറയാൻ വേണ്ടി പറയത്തില്ലേ? ചിലപ്പോ വീഡിയോ പോലും കാണാണ്ട് നെഗറ്റീവ് പറയണവരുണ്ടാവും. ഇല്ല, എന്നെ ഹേറ്റ് ചെയ്യുന്ന എന്റെ മുടിക്ക് മാത്രമാണ്, കുറച്ച് പേര് മലയാളികൾ മാത്രമാണ്. അപ്പൊ മുടി എപ്പോഴെങ്കിലും വെട്ടാന്ന് തോന്നിണ്ടാ? ഇല്ല, ഹേറ്റ് ഒക്കെ വരുമ്പോ എല്ലാം പോയി. ഹേറ്റ് തോന്നുന്ന അവരുടെ ഇഷ്ടം, കുഴപ്പമൊന്നുമില്ല. നമ്മളെ നിക്ക, അവരവരായി നിക്ക, അത്രേ ഉള്ളൂ. അപ്പൊ അങ്ങനെ വിഷമം ഒന്നും വരാറൊന്നുമില്ല? ഇപ്പോഴും ഇല്ല, ഒന്നുമില്ല. ഇപ്പോഴായാലും വിഷമമൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ സ്കൂളിലെ ഫ്രണ്ട്സ് ഇപ്പൊ മെസ്സേജ് അയക്കാറൊക്കെ ഉണ്ടാവും. പണ്ട് കൂട്ടില്ലായിരുന്നവരൊക്കെ ഇപ്പൊ ഫോളോവേഴ്സ് ഒക്കെ അയക്കുമ്പോ മെസ്സേജ് അയക്കണ കുറെ പേരുണ്ടാവില്ലേ? ഇല്ല, ഇപ്പൊ ആയിട്ട് കമ്പനി ഇല്ല, അവരവരുടെ DM ഒക്കെ നോക്കാറുണ്ടാ? ഇൻസ്റ്റാഗ്രാമില്ല, നോക്കാറില്ല. നമ്മള് പോസ്റ്റ് ചെയ്യും, പിന്നെ ഓഫ് ചെയ്യും, പിന്നെ നോക്കും ലൈക്ക് എത്ര ആയി കയറാൻ വേണ്ടിട്ട് മാത്രം. അപ്പൊ ഈ കൊളാബറേഷൻസ് ഒക്കെ വരുമ്പോഴോ? മെയിൽ ത്രൂ ആണോ? എന്റെ വേറൊരു പേജ് ഉണ്ട്, പ്രൈവറ്റ് അക്കൗണ്ട്. അതിൽ ഞാൻ മെയിൻ അക്കൗണ്ടിൽ കൊടുത്തിട്ടുണ്ട്. എന്ത് ഇതുണ്ട് പ്രൈവറ്റ് അക്കൗണ്ടിൽ 64K ഒന്നും ഇല്ലേ? അതിൽ വന്നിട്ട് മെസ്സേജ് ആക്കിയാൽ മതി എന്ന് കൊടുത്തിട്ടുണ്ട് അവിടെ. നമുക്കൊരു സെഗ്മെന്റ് ചെയ്യാം. ഇതൊരു സെഗ്മെന്റ് റാപ്പിഡ് ഫയർ. അത് ഞാൻ ചടപടാന്ന് ക്വസ്റ്റ്യൻ ചോദിക്കും,
ചടപടാ ചടപടാന്ന് ഉത്തരം പറയണം. ഓക്കെ? ഇല്ല, ഞാൻ സ്ലോ ആയിരിക്കും ചിലപ്പോ. അങ്ങനെ പറയില്ലേ. ഇത് റാപ്പിഡ് ഫയർ ആണ്. നമ്മളിങ്ങനെ ചടപടാ ചടപടാ നിക്കണം. ഫസ്റ്റ് ലവ് പ്രപ്പോസൽ. പ്രപ്പോസൽ കേൾക്കുമ്പോ നാണം വരും. പറഞ്ഞോ. ഫസ്റ്റ് ലവ് പ്രപ്പോസൽ ആ എങ്ങനെ അവര് ചെയ്താ ഞാൻ പോയി ചെയ്തു? ഏതെങ്കിലും പറഞ്ഞോ. ഞാൻ പോയി ചെയ്തിട്ടുണ്ടോ? ഇല്ലില്ല. ഇല്ല. അപ്പൊ അയ്യേ മോശമൊന്നും, നാണക്കേടാ. മോശമൊന്നുമില്ല. സ്കൂളിന്റെ ടൈം ചെയ്തിട്ടുണ്ട്. അത് ചെയ്തിട്ടുണ്ടപ്പാ സ്കൂളിന്റെ ടൈമില്ല. അപ്പൊ നമുക്ക് ഇതിലൊന്നും ഇല്ലല്ലോ. ഇപ്പൊ ഇതില് വന്നപ്പോഴാ പ്രശ്നം. ഇതില് വന്നപ്പോ അല്ല, അപ്പൊ നമുക്ക് ബുദ്ധിയില്ലാത്ത പ്രായം. പ്രേമിക്കണം നല്ലതാ. അത് മന്ദബുദ്ധിത്തരല്ല. എന്റെ അപ്പനമ്മയൊക്കെ പ്രേമിച്ച് കിട്ടിയതാ. അത് അവരുടെ ഇഷ്ടം. നമുക്ക് നമ്മുടെ ഉമ്മയുടെ ഉപ്പയുടെ ലവ് മാരേജ് ആയിരുന്നാ? ഉമ്മയുടെ ഉപ്പയുടെ ലവ് മാരേജ് ആയിരുന്നാ? ഇല്ല, അവര് അറേഞ്ച് മാരേജ്. പക്ക അറേഞ്ച്ഡ് മാരേജ്. ഇപ്പൊ ലവ് മാരേജ് ഇഷ്ടമല്ല. ഫസ്റ്റ് ലവ് പ്രപ്പോസലിന്റെ കഥ പറഞ്ഞില്ല ഇപ്പോഴും. പ്രപ്പോസൽ ഞാൻ ചെയ്തിട്ടില്ല, അവരായിട്ട് ചെയ്യാം. ചെറുപ്പത്തിൽ ഇപ്പൊ പറഞ്ഞല്ല സ്കൂളിൽ ചെയ്തിട്ടുണ്ടെന്ന്. സ്കൂളിലാണ്. എങ്ങനെ ചെയ്തു? വെറുതെ പോയി പറഞ്ഞ? സ്കൂളില് പാട്ടൊക്കെ പാടിയിട്ട്. പാട്ടൊക്കെ പാടിയിട്ട് പുറകെ നടക്കും. എങ്ങനെ? നമ്മള് ചിലപ്പോ അവര് ഈ ബെഞ്ചിലുണ്ടാവും, നമ്മൾ ആ ബെഞ്ചിലുണ്ടാവും. അവിടുന്ന് ചുമ്മാ പാട്ട് പാട്ടൊക്കെ ഇതൊക്കെ അറിയുന്നത് പേനൊക്കെ ഇല്ലേ, അതൊക്കെ എറിഞ്ഞിട്ട് നോക്കാൻ വേണ്ടിട്ട്. ഒരു കൊച്ചിന് മാത്രമേ ചെയ്തിട്ടുള്ളൂ? ഒരു കൊച്ചിന് മാത്രം? ഒരു കൊച്ചിന് മാത്രമേ ചെയ്തുള്ളൂ. ഒരു കൊച്ചിന് മാത്രം. ആ കൊച്ചായിട്ട് ഇപ്പം മിണ്ടാറുണ്ടാ? ഇല്ല. നാണക്കേടാ. ഓക്കെ. ഫസ്റ്റ് സ്റ്റാർ ക്രഷ്. ക്രഷാ? സ്റ്റാർ സെലിബ്രിറ്റി ക്രഷ്. സെലിബ്രിറ്റി ക്രഷ് നമ്മള് സ്റ്റാർസില്, ആക്ട്രസുകളില്. എനിക്ക് ടോവിനോയാണ്. അങ്ങനല്ല, ഗേൾസ് അല്ല. ആക്ട്രസ്. ഗേൾസ് ആണ് ഇഷ്ടം. ടോവിനോ. അത് ഒരു ബ്രദർലി കണക്ഷൻ ആണല്ലോ, ക്രഷ് അല്ലല്ലോ. നായികന്റെ പേര് എനിക്ക് അറിയില്ല സത്യമായിട്ടും. എന്നാലും സിനിമ പറഞ്ഞ ഇപ്പൊ നായികയുടെ പേര് പറയാം. സിനിമ പിന്നെ നമ്മളെ നിഖില ചേച്ചില്ലേ, ആ ചേച്ചിയായിട്ട് നമുക്ക് ഒരു ഇതുണ്ട്. ക്രഷ് ആണ്. ക്രഷ് അല്ല, നമുക്ക് കണ്ടിട്ടൊക്കെ അറിയാം. ലുലുമാള് ഒക്കെ കണ്ടിട്ട് സംസാരിക്കും. ക്രഷ് ആരാ? ക്രഷായിട്ട് അങ്ങനെ എനിക്ക് ആരടുത്ത് തോന്നിയിട്ടില്ല. ഇൻസ്റ്റാഗ്രാമിൽ സ്ഥിരമായിട്ട് ഇങ്ങനെ സ്റ്റോക്ക് ചെയ്യില്ലേ? അല്ല, ഇങ്ങനെ നമ്മളിങ്ങനെ അവരുടെ അക്കൗണ്ട് എടുത്ത് നോക്കത്തില്ലേ? അങ്ങനെ ഒരു സെലിബ്രിറ്റി എപ്പോഴും ഇങ്ങനെ ഫോളോ ചെയ്യണ ആരില്ല? എന്നാ ഇപ്പൊ അങ്ങനെയല്ല, നമ്മളിങ്ങനെ അപ്ഡേറ്റ്സ് അറിയാൻ ഇഷ്ടമുള്ള ഒരു സെലിബ്രിറ്റി ആരില്ല? ഇല്ല, അങ്ങനെ അപ്ഡേറ്റ് ആയി നോക്കുന്ന ഞാൻ ആരടുത്തില്ല. ഇല്ല. ഞാൻ റീൽസ് ഒക്കെ നോക്കും. ഉമ്മ ഇടയ്ക്ക് പറയാറുണ്ടാ പോയി പ്രേമിച്ചുകൂടെടാന്നൊക്കെ? അതുമില്ല. ഇല്ല, ഉമ്മ അങ്ങനെ പറയൂല. വീട്ടുകാര് പറയുവായിരുന്നു. അങ്ങനെ പറയൂലല്ലോ വീട്ടുകാര്. വീട്ടുകാര് പറഞ്ഞാലും ഇല്ല, ലവ് ഇഷ്ടല്ല. വേണ്ട. എന്തോ നല്ല പണി കിട്ടിയ പോലെ ഉണ്ട്. കിട്ടിയിട്ടുണ്ടാ? അപ്പൊ എന്നെ ഫോളോ ചെയ്തിരുന്നെങ്കിൽ ആഗ്രഹിക്കുന്ന സെലിബ്രിറ്റി, ഏതെങ്കിലും സെലിബ്രിറ്റി എന്നെ ഫോളോ ചെയ്തായിരുന്നെങ്കിൽ, ഇപ്പഴായിരിക്കില്ല പണ്ട് ആണെങ്കിലും ആഗ്രഹിക്കുന്ന ഒരു സെലിബ്രിറ്റി. മുമ്പ് കുറെ പേരുണ്ടായിരുന്നു. നമുക്ക് ഫോളോവേഴ്സ് ഇല്ലാത്ത ടൈമിന് ഏത് സെലിബ്രിറ്റി ആണെങ്കിലും ഫോളോ ചെയ്താൽ മതി, നമുക്ക് ഒരു ഹാപ്പിയാണ് സംഭവം. അപ്പൊ കുറെ പേര് അടുത്തുണ്ടായിരുന്നു. ആദ്യമായിട്ട് ഫോളോ ചെയ്ത സെലിബ്രിറ്റി ആരാന്ന് ഓർക്കുന്നുണ്ടാ? ഞാൻ ഫോളോ ചെയ്തേ, അവര് ഫോളോ ചെയ്തേ. ഇപ്പൊ കുറെ പേരുണ്ട്, അന്നാരും ഫോളോ ചെയ്തില്ല. ഇപ്പൊ എത്ര പേരുണ്ടാവും? ഇപ്പൊ ഷൈൻ ചേട്ടൻ കണ്ടിട്ടുണ്ട്, പിന്നെ കുറെ പേരാക്കിയിട്ടുണ്ട്. ഷൈൻ ചേട്ടനൊക്കെ കണ്ടിട്ടൊക്കെ അറിയാം. കൂട്ടാണ്. ഫേവറേറ്റ് കണ്ടന്റ് ക്രിയേറ്റർ, ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ആരാ? എന്നെ സ്നേഹിക്കാൻ എനിക്ക് വേറെ ആരുടെ ആവശ്യമില്ല എന്നൊക്കെ. ഡ്രീം കോണ്ടന്റ് എനിക്ക് ഇത് ചെയ്യണം, ഇങ്ങനൊരു ടൈപ്പ് സെറ്റ് ചെയ്യണം, ഇങ്ങനത്തെ ഒരു സംഭവം ചെയ്യണം എന്ന ആഗ്രഹമുള്ള ഒരു കോണ്ടന്റ്. എനിക്ക് സംഭവം ഒരു മൂവിയുടെ നല്ല ഇഷ്ടപ്പെട്ട ഭാഗമില്ലേ, അത് അതേപോലെ ചെയ്യണമെന്നാണ് എന്റെ ആഗ്രഹം. മനസ്സിലായി? അതിനു വേണ്ടി ഞാൻ കഷ്ടപ്പെടും. ചെയ്ത പോലെ. അതുപോലെ നെക്സ്റ്റ് ചെയ്യാനിരിക്കുന്നത് ഏതാ? നെക്സ്റ്റ് ചെയ്യാനിരിക്കുന്നത് ഇല്ല, നമ്മൾ ഡിസ്കസിംഗ് ആണ്. പറയത്തില്ല. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ നമ്മുടെ സെഗ്മെന്റ്. അപ്പൊ ബോറടിച്ചാ? ഇല്ലാന്നേ പറയാവൂ. അപ്പൊ എന്തായാലും കണ്ടതിൽ ഭയങ്കര സന്തോഷം, സംസാരിച്ചതിൽ അതിലും സന്തോഷം. സോ ഇനി അതേപോലത്തെ കണ്ടന്റുകളൊക്കെ ചെയ്യാൻ പറ്റട്ടെ. വിചാരിച്ച സെലിബ്രിറ്റീസിന്റെ കൂടെ മൂവീസ് ഒക്കെ ചെയ്യാൻ പറ്റട്ടെ. ഇതില് റീച്ച് കേറി പോട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞ വേർഡ്സ് മാർക്ക് ചെയ്തിട്ടോ. നെക്സ്റ്റ് ടൈം ഇന്റർവ്യൂ ചെയ്യുമ്പോ ഒരു 12 മില്യൺ 30 മില്യൺ ഒക്കെ കേറി പോട്ടെ. അതൊക്കെ വേണം നമുക്ക്. അതൊക്കെ ആവും, പെട്ടെന്ന് കയറും. കേറുമ്പോ പെട്ടെന്ന് കയറത്തില്ലേ? അപ്പൊ ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.